നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ദേവീ സങ്കല്പത്തിലെ വിഭിന്ന ഭാവങ്ങൾക്കനുസരിച്ച് ആരാധിക്കുന്നത് പോലെ ശിവസങ്കല്പത്തിലുമുണ്ട് വിഭിന്ന ഭാവങ്ങൾ. ശിവൻ അഥവാ രുദ്രൻ 11 ഭാവങ്ങളുടെ സമന്വയമാണ്. കശ്യപ പ്രജാപതിക്ക് സുരഭി എന്ന ഭാര്യയിൽ ജനിച്ചവരാണ് ഏകാദശ രുദ്രന്മാർ. മലയാള പ്രാർത്ഥനകളിൽ ഭക്തിക്കൊപ്പം സ്നേഹവും കാരുണ്യവുമെല്ലാം പ്രകടമാകുന്നു. ഇനി ഇന്നത്തെ സന്ധ്യാനാമം കേൾക്കാം. ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ ഇതുപോലെ തീർക്കണം മുന്നിൽ. പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ ഇതുപോലെ തീർക്കണം മുന്നിൽ. വേദാന്ത പൊരുളിൻ ആധാരശിലയെ കാരുണ്യക്കടൽ കണ്ട കലികാല പ്രഭുവേ അടി കാണാൻ മുന്നിൽ ചെല്ലുമ്പോൾ ദുഃഖങ്ങൾ കർപ്പൂരക്കിരിയായി കത്തുമ്പോൾ അയ്യപ്പൻ കളവച്ച കണിയാൻ നിൽക്കുമ്പോൾ നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവമൃതത്വം സ്വാമിക്ക്. പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ ഇതുപോലെ തീർക്കണം മുന്നിൽ. പന്തളനാഥൻ വൻപുലി മേലെ വന്നെഴുന്നള്ളും മാമലയിൽ മകരവിളക്കിൻ മഞ്ജുളനാളം തിരിതെളിയാനായി കാണും ഞാൻ. പന്തളനാഥൻ വൻപുലി മേലെ വന്നെഴുന്നള്ളും മാമലയിൽ മകരവിളക്കിൻ മഞ്ജുളനാളം തിരിതെളിയാനായി കാണും ഞാൻ. ഓരയാമയാ ശരണജപങ്ങളോടെ നിൽക്കവേ ശരണജപങ്ങളോടെ നിൽക്കവേ ഒരു നെയ്ത്തിരിക്കു പകരം എരിഞ്ഞു നരജന്മമെന്നു മുരുകും. പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം മുന്നിൽ. സങ്കടമെല്ലാം ഇരുമുടിയാക്കി സന്നിധി തേടും പാപികളെ സംക്രമസന്ധി നിന്നുടെ ചിമിഴിൽ കുങ്കുമമൊഴിയും അയ്യപ്പൻ. സങ്കടമെല്ലാം ഇരുമുടിയാക്കി സന്നിധി തേടും പാപികളെ സംക്രമസന്ധി നിന്നുടെ ചിമിഴിൽ കുങ്കുമമൊഴിയും അയ്യപ്പൻ. ഓ നിരാമയ നിരന്തര പ്രണവജപങ്ങളോടെ നിൽക്കവേ ഓ നിരാമയ നിരന്തര പ്രണവജപങ്ങൾ
കടങ്ങൾ ഇതുപോലെ തീർക്കണം മുന്നിൽ. നെയ്യഭിഷേകം സ്വാമിക്ക്, പാലഭിഷേകം സ്വാമിക്ക്, തിരുവാഭരണം സ്വാമിക്ക്, തിരുവമൃതത്വം സ്വാമിക്ക്. നെയ്യഭിഷേകം സ്വാമിക്ക്, പാലഭിഷേകം സ്വാമിക്ക്, തിരുവാഭരണം സ്വാമിക്ക്, തിരുവമൃതത്വം സ്വാമിക്ക്. പത്തനംതിട്ട ജില്ലയിൽ പമ്പാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതനവും പ്രൗഢഗംഭീരവുമായ ക്ഷേത്രമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരമാണ് ആറന്മുള വള്ളസദ്യ. ഇത്തരമൊരു ചടങ്ങിനെ കുറിച്ചാണ് ഇന്ന് നൈമിഷാരണ്യത്തിൽ വിശദമാക്കാൻ പോകുന്നത്. കേൾക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. നൈമിഷാരണ്യത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഒരോണം നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയമാണ്. നാളെ മലയാളികൾ എല്ലാവരും തന്നെ ഉത്രാടപ്പാച്ചിലേക്ക് കടക്കുന്നൊരു സമയം കൂടിയാണ്. ഓണത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിൻ്റെ അടയാളങ്ങൾ നിരവധിയാണ് അല്ലേ? ഓണത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അടയാളമാണ് പൂക്കളം. ഓണത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള മറ്റൊരടയാളമാണ് ഓണക്കോടി. ഓണസദ്യയില്ലാത്ത ഒരു ഓണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ? അങ്ങനെയുള്ള ആ സദ്യയിൽ എത്രയൊക്കെ വിഭവങ്ങൾ കൂടുന്നുണ്ടോ അത്രത്തോളം ഓണം കേമാണ് എന്നാണ് പറയുക. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ് പഴമക്കാർ പറയാറുള്ളത്. അത്രയധികം പ്രാധാന്യം ഓണ സമയത്തുള്ള ഈ ഭക്ഷണത്തിന് കൊടുത്തിരുന്നു. അങ്ങനെ വിശേഷപ്പെട്ട ഒരു ഭക്ഷണത്തിൻ്റെ കഥയാണ് ഇന്നത്തെ നൈമിഷാരണ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള സ്വന്തം ആറന്മുളയപ്പൻ്റെ വള്ളസദ്യയുടെ കഥയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓണക്കാലത്ത് വള്ളസദ്യ കഴിക്കുക എന്നുള്ളത് പല മലയാളികളുടെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ്. എന്താണ് ഈ സദ്യയുടെ ഇത്ര വലിയ വൈശിഷ്ട്യം? അതിന് ആദ്യം ആറന്മുളയുടെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കണം. ആറന്മുളയപ്പൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ്. ആറന്മുളയപ്പൻ്റെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് അർജുനനാണ് എന്നാണ് സങ്കല്പം. ഭഗവാന് ഏറ്റവും അടുപ്പമുള്ള പാണ്ഡവൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അർജുനനാണ്. നരനാരായണന്മാരുടെ അവതാരമായിട്ടാണ് അർജുനനെയും കൃഷ്ണനെയും നമ്മൾ നോക്കിക്കാണുന്നത്. അങ്ങനെയുള്ള അർജുനൻ നടത്തിയിട്ടുള്ള പ്രതിഷ്ഠയാണ് ആറന്മുളയപ്പൻ്റേത് എന്നാണ് സങ്കല്പം. ആ ഭാവം എന്താണ് എന്നുകൂടി മനസ്സിലാക്കുക. അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന പാർത്ഥസാരഥി രൂപത്തിലുള്ള ഭഗവാനെയാണത്രേ ആറന്മുളയിൽ അർജുനൻ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് മധ്യമ പാണ്ഡവനായിട്ടുള്ള അർജുനൻ ഭഗവാന്റെ പ്രതിഷ്ഠ അവിടെ നടത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണനെ വധിച്ചതിലുള്ള പശ്ചാത്താപം അല്ലെങ്കിൽ അതിലുള്ള പാപം മാറാനാണ് ആറന്മുളയപ്പൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ടത് എന്നാണ് സങ്കല്പം. അതിൻ്റെ ചരിത്രപ്രധാനമായിട്ടുള്ള വശത്തേക്ക് നോക്കിയാൽ നിലയ്ക്കലുണ്ടായിരുന്ന ആ ക്ഷേത്രത്തിലെ വിഗ്രഹം 6 മുളകൾ കെട്ടിയിട്ടുള്ള ഒരു ചങ്ങാടത്തിൽ ആറന്മുളയിലേക്ക് കൊണ്ടുവന്നു അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നുമാണ് കഥ. അതുകൊണ്ട് അതിന് ആറന്മുള എന്ന് പേര് വരികയും ചെയ്തു. അങ്ങനെയുള്ള ആറന്മുളയപ്പൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് ഈ വള്ളസദ്യ എന്ന് വിളിക്കുന്നത്. ഭഗവാന്റെ തിരുവോണത്തോണിക്ക് അകമ്പടി വന്നിരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സമർപ്പണമാണ് യഥാർത്ഥത്തിൽ ഈ വള്ളസദ്യ എന്ന് പറയുന്നത്. 65 മുതൽ 70 മുകളിലേക്ക് വരെ വിഭവങ്ങൾ ഉണ്ടായിരിക്കും വള്ളസദ്യയിൽ നിന്നാണ് സങ്കല്പം. അത്രയധികം കേമപ്പെട്ട ഒരു സദ്യയാണത്. ഈ ഒരു സദ്യ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് അത്രേ ഭക്തജനങ്ങൾ തിരുവാറന്മുളയപ്പന് വള്ളസദ്യ നേരാറുള്ളത്. വള്ളസദ്യയുടെ ചടങ്ങുകൾ അതികാലത്ത് തന്നെ ആരംഭിക്കും. പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തുന്ന വഴിപാടുകാരൻ ഭഗവാന്റെ ആ കൊടിമരത്തിന് മുമ്പിൽ നിറയ്ക്കാനിരിക്കുന്ന 2 പറകളുണ്ടായിരിക്കും. ആ പറകളിലേക്ക് നെല്ല് ചൊരിഞ്ഞുകൊണ്ടാണ് ആറന്മുള വള്ളസദ്യയുടെ ചടങ്ങുകൾ തുടങ്ങുന്നത്. അതിൽ ഒരു പറ ഭഗവാനും ഒരു പറ വള്ളക്കാർക്കും എന്നാണ് സങ്കല്പം. അതിനുശേഷം പള്ളിയോടത്തിൻ്റെ ദേശത്ത് ചെന്ന വഴിപാടുകാരൻ അവരെ യാത്രയാക്കുന്നു. തിരിച്ച് അദ്ദേഹം ക്ഷേത്രത്തിൽ വന്ന് അവരെ വരവേൽക്കുന്നു. ഈ യാത്രയൊക്കെ വളരെ ഗംഭീരമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വഞ്ചിപ്പാട്ടുകളൊക്കെ പാടിക്കൊണ്ടാണ് വള്ളസദ്യക്കുള്ള വഴിപാടുകാരുടെ ക്ഷണം സ്വീകരിച്ചിട്ടുള്ള ദേശക്കാർ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നത്. അവരെ പുകയില, വെറ്റില, മാല തുടങ്ങിയിട്ടുള്ളത് കൊടുത്ത് സ്വീകരിച്ച് വള്ളപ്പാട്ടുകളുടെ അകമ്പടിയോടുകൂടി ഭഗവാന്റെ തിരുമുമ്പിൽ കൊണ്ടുവന്ന് അവരെ നമസ്കരിപ്പിച്ച് അവരുടെ കയ്യിലുള്ള മുത്തുക്കൊടയും വഞ്ചിയുടെ തുഴയും അവിടെ സമർപ്പിച്ചിട്ടാണ് വള്ളസദ്യയുടെ ചടങ്ങുകൾ തുടങ്ങുന്നത്. വള്ളസദ്യയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് ഓരോ വിഭവങ്ങളും വള്ളസദ്യക്ക് വന്നിട്ടുള്ള ദേശക്കാർ ആവശ്യപ്പെടുന്നത് മനോഹരമായിട്ടുള്ള വഞ്ചിപ്പാട്ടുകളുടെ താളത്തിലാണ്. തൈര് വേണ്ടവർ തൈരിനെ പാടി വിളിക്കുന്നത് കേൾക്കാം.
പായസം വേണ്ടവർ പായസത്തെ പാടി വിളിക്കുന്നത് കേൾക്കാം. കേരളത്തിൻ്റെ മലയാളിയുടെ മനോഹരമായിട്ടുള്ളൊരു സംസ്കാരത്തിൻ്റെ മുഖമാണ് യഥാർത്ഥത്തിൽ ആറന്മുള വള്ളസദ്യ നമുക്ക് കാണിച്ചു തരുന്നത്. ഓണം തന്നെ കേരളീയരുടെ ദേശീയോത്സവമാണ്, നമ്മുടെ പൈതൃകമാണ് എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുക ആറന്മുള വള്ളസദ്യയിലാണ്. ഈ വള്ളക്കാരിൽ ഒരാളായിട്ട് ഭഗവാനും അവരുടെ കൂടെ ഉണ്ട് എന്നാണ് സങ്കല്പം. പള്ളിയോടം എന്നാണ് അവർ വരുന്ന വഞ്ചിയെ വിളിക്കുക തന്നെ ചെയ്യുക. അതിൻ്റെ പ്രാധാന്യം അതിൽ ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഭക്തരുടെ കൂടെ ഭഗവാനും ഒരുമിച്ച് ഇരുന്നുകൊണ്ട് ആ സദ്യ കഴിക്കുന്ന കാഴ്ച, ഭഗവാനും ഭക്തർക്കും ഒരുമിച്ച് വഴിപാടുകാർ സദ്യ വിളമ്പി കൊടുക്കുന്ന കാഴ്ച, ഇതെല്ലാം തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. സദ്യ പൂർത്തിയായതിനു ശേഷം പറ തളിക്കൽ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ഈ നിറച്ചു വെച്ച 2 പറകളിൽ ഒന്ന് മറച്ച് ആ സദ്യ സ്വീകരിച്ച് വഴിപാടുകാരനെ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ച് അവർ വീണ്ടും അവരുടെ ദേശത്തേക്ക് പോകുന്നതോടുകൂടിയാണ് ഈ ഒരു വള്ളസദ്യയുടെ ചടങ്ങുകൾ അവസാനിക്കുന്നത്. ഇത് കേവലം ഒരു ഭക്ഷണ സദസ്സാണ് എന്നുള്ള ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ ധാരണ ദയവായിട്ട് മാറ്റണം. ഇത് ഏറ്റവും മഹത്തരമായിട്ടുള്ള മലയാളിയുടെയും സനാതനധർമ്മത്തിൻ്റെയും പാരമ്പര്യത്തിൽ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു അനുഷ്ഠാനമാണ് യഥാർത്ഥത്തിൽ ആറന്മുള വള്ളസദ്യ. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. എല്ലാവരും ഒരുമിച്ചിരുന്നുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ഉറക്കെ ചൊല്ലിക്കൊണ്ട്, ഗോവിന്ദ നാമങ്ങൾ ഉറക്കെ കീർത്തിച്ചുകൊണ്ട്, ഓരോരോ വിഭവങ്ങൾ പാടി വിളിച്ചുകൊണ്ട് ആബാലവൃദ്ധം ജനങ്ങളും ആ വള്ളസദ്യയിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മളൊക്കെ ആ സ്വപ്നം കണ്ടിരുന്ന ആ മനോഹരമായിട്ടുള്ള ആ പഴയകാലം, ആ മഹാബലി ചക്രവർത്തിയുടെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന ഈ കേരളത്തിലെ ഒരുമയും സ്നേഹവും എല്ലാം തന്നെ നമുക്ക് ഇന്നും ആറന്മുള വള്ളസദ്യ നടക്കുന്ന കേന്ദ്രങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ആറന്മുള വള്ളസദ്യയുടെ ഭാഗമാവാൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഇനി ഉത്രാടത്തിലേക്കുള്ള യാത്രയിൽ ആറന്മുള സദ്യയിലുള്ള ആ ഒരുമയും സ്നേഹമൊക്കെ നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ട്, നമ്മുടെ നാട്ടുകാരുമായിട്ട് നമുക്കുണ്ടാവട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ഓണക്കാലത്തെ വരവേൽക്കാം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അടുത്ത ഒരു കഥയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ഇന്ന് തിങ്കളാഴ്ച, ശിവപ്രീതിക്ക് ഉത്തമമായ ദിവസമാണ്. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം എന്ന മന്ത്രത്തോടുകൂടി ക്ഷേത്രത്തിലെത്തി ദീപാരാധന കാഴ്ച കണ്ടു മടങ്ങാം. നമോ ഭൂതനാഥം നമോ ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടുന്ന ശ്രീകാര്യം എന്ന പ്രദേശം അതിമനോഹരമായി പ്രകൃതി ഒരുക്കിയ പശ്ചാത്തലത്തിൽ ഒരു സഹസ്രാബ്ദത്തിനും അപ്പുറം പഴമയുള്ള ഒരു മഹാശിവക്ഷേത്രമാണ്. ഇതാണ് ശ്രീ ഇളംകുളം മഹാദേവ ക്ഷേത്രം. നമോ ഭൂതനാഥം നമോ ദേവദേവം. ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഇവിടെ ഇളംകുളം എന്ന പേര് സിദ്ധിച്ചതിനുമെല്ലാം രസകരമായ കഥകളുണ്ട്. ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം ഭജേ പാർവതി. അതിപ്രാചീന കാലം മുതൽ നാഗ ആരാധന നടന്നു വന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇത്. ചുറ്റും മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിന്ന കാവ്, നടുവിൽ ധാരാളം പാറകൾ, അതിവിശാലവും ശുദ്ധജലം നിറഞ്ഞതുമായ കുളം. ഇതിനടുത്ത് പണ്ഡിതനായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ താമസിച്ചിരുന്നു. കുറെ മാറി സ്ഥിതി ചെയ്തിരുന്ന ഒരു ശിവക്ഷേത്രത്തിൽ നിത്യവും അദ്ദേഹം ദർശനം നടത്തിയിരുന്നു. എന്നാൽ പ്രായം കൂടി വരികയും ശരീരത്തിന് അസ്വസ്ഥതകൾ ബാധിക്കുകയും ചെയ്തതോടെ ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാതെയായി. ദുഃഖിതനായ ബ്രാഹ്മണൻ തന്റെ ദയനീയാവസ്ഥ മനസ്സിൽ പറഞ്ഞ് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. സ്വപ്നത്തിൽ മഹാദേവൻ ദർശനം നൽകുകയും കാവിന് സമീപമുള്ള കുളത്തിൽ താൻ ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തു. പിറ്റേന്ന് കുളക്കരയിലെത്തിയ ബ്രാഹ്മണൻ പാറയുടെ മുകളിൽ സ്വയംഭൂവായ ഒരു ശിവലിംഗം ദർശിക്കുകയുണ്ടായി. ബ്രാഹ്മണൻ അവിടെ ആരാധന തുടങ്ങുകയും താമസിയാതെ അവിടെ ഒരു ക്ഷേത്രം രൂപപ്പെടുകയും ചെയ്തു. പ്രഭും പ്രാണനാഥം വിഭും വിശ്വനാഥം ജഗന്നാഥനാഥം സദാനന്ദഭാജം ഭവദ്ഭവ്യഭൂതേ
മഹേശ്വരം ഭൂതനാഥം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. ആയി രാജവംശത്തിന്റെ കാലത്താണ് ഇവിടെ ഒരു ക്ഷേത്രം നിലവിൽ വന്നത് എന്നാണ് വിശ്വാസം. കുളത്തിലെ പാറയിൽ സ്വയംഭൂവായി ശിവലിംഗം പ്രത്യക്ഷമായതിനാലാണ് ഇവിടെ ഇളംകുളം എന്നറിയപ്പെട്ടത് എന്ന് കരുതുന്നു. ബ്രഹ്മമുരാരിസുരാർച്ചിതലിംഗം നിർമ്മലഭാഷിതശോഭിതലിംഗം ജന്മജദുഃഖവിനാശകലിംഗം തൽപ്രണമാമി സദാശിവ. കാലക്രമത്തിൽ നടന്ന പ്രശ്നവിധികളിൽ ഇവിടെ ശക്തമായ വൈഷ്ണവ സാന്നിധ്യം കണ്ടെത്തുകയും തുടരന്വേഷണത്തിൽ അത് ഗോശാല കൃഷ്ണനാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു. തുടർന്ന് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ മറ്റൊരു ശ്രീകോവിൽ പണിത് ഗോശാല കൃഷ്ണനെ പ്രതിഷ്ഠിച്ചു. ഗോശാല കൃഷ്ണനു വേണ്ടി അടുത്ത് തന്നെ ഗോശാലയും പണിതു. ഇന്ന് അവിടെ ധാരാളം ഗോക്കളെ വളർത്തുന്നുണ്ട്. വളരെ വിശേഷപ്പെട്ട ഒരു ക്ഷേത്ര സമുച്ചയമാണ് ഇവിടുത്തെ ശ്രീകൃഷ്ണ ഗോശാല കൃഷ്ണൻ. 12 വയസ്സുള്ള ചമ്മട്ടിയേന്തിയ ഏറെ വൈബ്രൻ്റ് ആയിട്ടുള്ള ശ്രീകൃഷ്ണസ്വാമിയെ പരിപാലിക്കുന്നത് ഭഗവാന്റെ സന്തത സഹചാരികളായിട്ടുള്ള ഗോക്കൾ തന്നെയാണ്. ശ്രീകോവിലിന് ചുറ്റുമുള്ള ചതുശാലകളിൽ ഭാരതത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള നാടൻ പശുക്കളെയാണ് സംരക്ഷിക്കുന്നത്. അവർ ഏറെ പൂജിക്കപ്പെടുന്നുണ്ട് ഇവിടെ. എപ്രകാരമാണോ ഭഗവാൻ പൂജിക്കപ്പെടുന്നത് അതിലേറെ തന്നെ വിശുദ്ധിയോടെ ഇവിടുത്തെ ഗോക്കളും പരിപാലിക്കപ്പെടുന്നുണ്ട്, പൂജിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗോഊട്ടും ഗോപൂജയുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. ഇവിടെ ഗോക്കൾ പൂജിക്കപ്പെടുന്നത് കൊണ്ട് തൃപ്തിയാകുന്നത്, സന്തുഷ്ടനാകുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് പരമപ്രധാനമായി ഗോക്കളെ പൂജിക്കുന്നു, ഒപ്പം ഭഗവാൻ പൂജിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന വളരെ വിശേഷമായൊരു സങ്കല്പം ഇവിടെയുണ്ട്. ഭാരതത്തിൻ്റെ തനത് സംസ്കൃതി അതുപോലെ ഉറഞ്ഞുകൂടിയ ഒരു ക്ഷേത്ര സമുച്ചയം കൂടിയാണ്, ക്ഷേത്ര സങ്കേതം കൂടിയാണ് ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ ഗോശാലകൃഷ്ണൻ്റെ ക്ഷേത്രവും. നാലുകെട്ട് രീതിയിലാണ് ഗോശാല. അതിന്റെ നടുത്തളത്തിൽ പടിഞ്ഞാറ് ദർശനമായാണ് ഗോശാല കൃഷ്ണൻ കുടികൊള്ളുന്നത്. ഇവിടെ ഗോവൂട്ടും ഗോപൂജയും എല്ലാ ദിവസവും നടത്തിവരുന്നു. ഭാരതത്തിലെ സ്വന്തം ഇനങ്ങളായ 7 തരം ഗോക്കളാണ് ഇവിടെയുള്ളത്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഇനം മുതൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇനം വരെ ഇവിടെയുണ്ട്. കപില എന്ന പ്രത്യേക ഇനത്തിൽപ്പെട്ട ഗോവും ഇവിടെയുണ്ട്. കൃഷ്ണന് ചുറ്റുമുള്ള ചതുശാലകളിൽ ഇവ സന്തോഷത്തോടെ കഴിയുന്നു. ഐതിഹ്യപ്പെരുമ കൊണ്ട് ഏറെ സമ്പുഷ്ടമാണ് ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രം. ഇവിടെ പണ്ടുകാലത്ത് ഉണ്ടായിരുന്ന നീരുറവയിൽ നിന്ന് ശേഖരിക്കുന്ന ജലം പ്രത്യേക ഔഷധക്കൂട്ടോടെ ഭക്തർക്ക് കൊടുത്തിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ രേഖകളും ഈ ക്ഷേത്രത്തിൽ ലഭ്യമാണ്. പ്രത്യേക പൂജാവിധാനങ്ങൾക്ക് ശേഷം പ്രസാദമായി കൊടുക്കുന്ന ഈ ഔഷധം സേവിക്കുന്നത് വഴി ആരോഗ്യ സംരക്ഷണവും അതുപോലെ രോഗാവസ്ഥയ്ക്ക് ശമനവും ഉണ്ടാകുന്നു എന്നൊരു ഖ്യാതി ഈ ക്ഷേത്രത്തിൽ രൂഢമൂലമായിട്ട് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദേവപ്രശ്നത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുകയും അതിൻ്റെ രേഖകൾ സമാഹരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പഴയ പ്രൗഢിയിലേക്ക്, പഴയ ആചാരത്തിലേക്ക് പോകുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ ക്ഷേത്ര ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പുതുതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതല്ല. ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ ഇവിടെ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന വസ്തുതകളിൽ നിന്ന് നമ്മൾ ശേഖരിച്ചിരിക്കുന്ന രീതിയെ പുനരാവിഷ്കരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതായത് ഏതുപ്രകാരമായിരുന്നോ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആചാരക്രമങ്ങൾ അതുപോലെ തന്നെ പരിപാലിക്കപ്പെടേണ്ടതാണെന്ന ദൈവജ്ഞ മതം അനുസരിക്കുക മാത്രമേ ക്ഷേത്രഭരണസമിതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത്തരത്തിലുള്ള ആചാരങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ആചാരപ്പെരുമ കൊണ്ട് വളരെ പ്രസിദ്ധമാണ്. 108 കുടം അഭിഷേകം പോലെയുള്ള
ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായ വഴിപാടുകൾ ഇവിടെ ധാരാളമായി നടക്കുന്നുണ്ട്. വലിയ വിശാലമായ കുളത്തിൽ ഇളകൊള്ളുന്ന ഭഗവാനാണിത്. അതുകൊണ്ട് തന്നെ ധാരാപ്രിയനാണ് ഇവിടുത്തെ ഭഗവാൻ. അതുപോലെ ഉപദേവന്മാരും വിശാലമായ കുളത്തിൻ്റെ നടുക്ക് ഭഗവാൻ അഭിമുഖമായിട്ട് ഹനുമാൻ സ്വാമി ദർശനമായി തന്നെ ഉണ്ട്. മറ്റു ക്ഷേത്രങ്ങളിലില്ലാത്ത ചില ചടങ്ങുകളുണ്ട് ഇവിടെ. ശനിദോഷ പരിഹാരത്തിനായി നടത്തുന്ന ക്രിയയാണത്. കാർമ്മികന്റെ നിർദ്ദേശപ്രകാരം ഓരോരുത്തരും സ്വന്തമായി നടത്തുന്ന പൂജയാണത്. പൂജാനന്തരം നിവേദ്യം ഭക്തർ തന്നെ നേരിട്ട് ദേവന് സമർപ്പിക്കുന്നു. തൃക്കപാലേശ്വരത്തും ശ്രീകണ്ഠേശ്വരത്തും തൃപ്പരപ്പിലും വാഴും പൊരുളെ എന്നും ഭഗവതി, ഭദ്ര, ദുർഗ എന്നിങ്ങനെ ഒറ്റ ശ്രീകോവിലിനുള്ളിൽ 3 അറകളിലായി 3 ദേവിമാർ കുടികൊള്ളുന്ന ആരാധനാ സ്ഥലമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഇവിടെ ഭദ്രകാളി ചൈതന്യം കലമാൻ കൊമ്പിലാണ് ആവാഹിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. മഹാദേവന് അഭിമുഖമായി പ്രതിഷ്ഠിച്ച ഹനുമാൻ ക്ഷേത്രമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. കൃഷ്ണശിലയും തടിയും കൊണ്ട് 5 വർഷമെടുത്ത് പണിഞ്ഞതും ചെമ്പ് മേൽക്കൂര ഉള്ളതുമായ ഈ ക്ഷേത്രം പ്രൗഢമനോഹരമാണ്. കുംഭമാസത്തിലെ തിരുവാതിരയ്ക്ക് ആറാട്ട് വരും മട്ടിൽ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടെയുള്ളത്. അതിമനോഹരവും ഐതിഹ്യത്തിന്റെയും ചരിത്രത്തിന്റെയും പിൻബലമുള്ളതും വ്യതിരിക്തമായ ചടങ്ങുകളാൽ സമ്പന്നവുമായ ഇളംകുളം ക്ഷേത്രം ഭക്തമനസ്സുകളെ അഭൗമമായ നിർവൃതിയിലേക്ക് ആകർഷിച്ചുകൊണ്ട് നിലകൊള്ളുന്നു. മൃഗമദാമോദാങ്കിതം ചന്ദനം ജാതി ചമ്പകവില്വപത്രരചിതം പുഷ്പം ച ധൂപം തഥാ ദീപം ദേവദയാനിധേ പശുപതേ ഹൃത്കൽപിതം ഗൃഹ്യതാ രത്നൈഃ കൽപിതമാനസം ഹിമജലൈഃ സ്നാനം ച ദിവ്യാംബരം നാനാരത്നവിഭൂഷിതം മൃഗമദാമോദാങ്കിതം ചന്ദനം ജാതി ചമ്പകവില്വപത്രരചിതം പുഷ്പം ച ധൂപം തഥാ ദീപം ദേവദയാനിധേ പശുപതേ ഹൃത്കൽപിതം ഗൃഹ്യതാം. ഓരോ കർമ്മങ്ങളിലെയും ശരി തെറ്റുകൾ ദേശകാലങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന്, ചിരിക്കുന്നത് ഒരു നല്ല ശീലമാണ്. എന്നാൽ ഒരു ദുരന്തമുഖത്ത് നാം നിൽക്കുമ്പോൾ ചിരി വരുന്നത് നല്ല ശീലമല്ലാതാകുന്നു. നമ്മുടെ ഓരോ പ്രവൃത്തിയും ദേശകാലങ്ങൾക്ക് യോജിച്ച വിധം രൂപപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.